സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സനൽകുമാർ ശശിധരന്റെ 70 ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. മികച്ച നടനായി ചാർലിയിലെ അഭിനയത്തിന് ദുൽഖർ സൽമാനും പാർവതി മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മാർട്ടിൻ പ്രക്കാട്ടാണ് മികച്ച സംവിധായകൻ. ജയസൂര്യയ്ക്ക് പ്രത്യേക ജൂറി പരാമർശം. വിശദാംശങ്ങൾ ബിജു മുത്തത്തി നൽകും. ബിജു, പുതിയ പുരസ്കാര പട്ടികയുടെ പൂർണ്ണരൂപം പട്ടിക പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എന്നതിൻ്റെ മൊയ്തീനും ചാർലിയും അവാർഡുകൾ വാരിക്കൂട്ടുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് പ്രജീഷ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച തിയേറ്ററുകളിൽ ഏറ്റവും അധികമായി കാണപ്പെട്ട, ശ്രദ്ധിക്കപ്പെട്ട ജനപ്രീതി നേടിയ ഇന്നുനിൻ്റെ മൊയ്തീനും ചാർലിയും 8-7 അവാർഡുകൾ വീതമായി വാരിക്കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയണം. ആ അർത്ഥത്തിൽ നമ്മുടെ ജനപ്രിയ സിനിമകളെ കൃത്യമായും അംഗീകരിച്ചുകൊണ്ടുള്ള, മാനിച്ചുകൊണ്ടുള്ള, അവരെ ബഹുമതിച്ചുകൊണ്ടുള്ള ഒരു അവാർഡ് തന്നെയാണ്, പ്രഖ്യാപനം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും മികച്ച സിനിമയായി 70 ദിവസത്തെ കളിയും രണ്ടാമത്തെ മികച്ച സിനിമയായി അമീബയും അവാർഡ് നേടുമ്പോൾ നമ്മുടെ സമാന്തര ഒരു സിനിമ, പുതിയ സമാന്തര സിനിമാ ധാരയെ അത് കൃത്യമായി മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. ആ അർത്ഥത്തിൽ അതിൻ്റെ ഒരു നിലവാരവും കാഴ്ചയുടെ രീതിയും ഒക്കെ അനുസരിച്ച് തന്നെ അവർ അംഗീകരിക്കപ്പെടുന്നു എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. 70 ദിവസത്തിൻ്റെ കളിയുടെ സംവിധായകനും സനൽകുമാർ ശശിധരൻ, അദ്ദേഹം കഴിഞ്ഞ വർഷവും മികച്ച സംവിധായകനുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചതാണ്. അമീബ സംവിധാനം ചെയ്തത് മനോജ് ഖാനയാണ്. ചാർലി സംവിധാനം ചെയ്ത മാർട്ടിൻ പ്രക്കാട്ട് ഏറ്റവും മികച്ച സംവിധായകനാവുന്നു. അതിൻ്റെ തിരക്കഥാകൃത്ത് ഉണ്ണിയാറും ഒപ്പം തന്നെ മാർട്ടിൻ പ്രക്കാട്ടും മികച്ച തിരക്കഥാകൃത്തുക്കളായി ചാർലിക്ക് അവാർഡ് ലഭിക്കുന്നു. ഏറ്റവും മികച്ച ചാർലിയായി അഭിനയിച്ച ദുൽഖർ സൽമാൻ, അദ്ദേഹത്തിൻ്റെ കരിയറിലും പക്ഷേ ആ ഒരു തലമുറയിലെ തന്നെ ഏറ്റവും മികച്ച നടനായി അദ്ദേഹം അംഗീകരിക്കപ്പെടുകയാണ്. ആ സിനിമയിൽ നടി പാർവതി കഴിഞ്ഞ വർഷം ചർച്ച ചെയ്യപ്പെട്ടതുപോലെ തന്നെ എന്നതിൻ്റെ മൊയ്തീനിലെയും മടങ്ങിയെത്താം. ആദ്യ ചലച്ചിത്ര പുരസ്കാരം, സംസ്ഥാന അവാർഡ് മികച്ച നടനുള്ള നേടിയതിൻ്റെ സന്തോഷത്തിലാണ് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിൻ്റെ സന്തോഷം ഞങ്ങളുടെ പ്രതിനിധി അലക്സുമായി ദുൽഖർ പങ്കുവെച്ചു. അതിലേക്ക് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ദുൽഖർ സൽമാൻ നമ്മോടൊപ്പം ചേർന്നു. ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈരളിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ അവസരത്തെ എങ്ങനെയാണ്? എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ്റെ അപ്പുറത്താണ് എൻ്റെ സന്തോഷം. ഞാൻ പറഞ്ഞ പോലെ അഭിനയം തുടങ്ങിയിട്ട് 10-15 കൊല്ലം വരെ ഇങ്ങനെ അവാർഡൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം അത്രയും എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ സ്റ്റെപ്സ് എടുക്കുകയും അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു എൻകറേജ്മെൻറ്റ് തന്നതിന് ഫുൾ ജൂറിക്കും ബാക്കിയുള്ള എല്ലാ ഫിലിംസിനും ആർട്ടിസ്റ്റുകൾക്കും എല്ലാവർക്കും അത്രയും തന്നെ നന്ദിയുണ്ട് എൻ്റെ അടുത്ത്. അതെ, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു ഫുൾ ടീം തന്നെ ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ ഒരു ഫാമിലിക്ക് എല്ലാവർക്കും അവാർഡ് കിട്ടുന്ന പോലെ ഒരു വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അവാർഡ് കിട്ടിയ എങ്ങനെ ഉണ്ടാവും അത്രയും ദിവസം. ഇപ്പോൾ ഞാൻ മാർട്ടിൻ ചേട്ടനെ വിളിക്കുകയാണെങ്കിലും ഇതേ സെലിബ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാർവതിനെ വിളിക്കുക. സോ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കിട്ടിയിട്ടില്ല. സോ ഐ തിങ്ക് ഇന്നൊരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും വന്നത് ഷെയർ ചെയ്യാൻ പറ്റുക. സോ വളരെ സന്തോഷമുണ്ട്. അതുപോലെ അന്തിമ ലിസ്റ്റിൽ വാപ്പച്ചിയായിട്ടുള്ള മത്സരം എങ്ങനെ ആസ്വദിച്ചു? ഞാൻ മത്സരിക്കാൻ ഞാൻ ഒരിക്കലും ഐ തിങ്ക് അർഹനല്ല. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആളുകളും ഇവിടുത്തെ നന്മയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുന്നത് തന്നെ. സോ അതെനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ളൂ. കേരളത്തിലും മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമേ സംഭവിക്കുള്ളൂ. സോ അതിനും കുറേ നന്ദിയുണ്ട്. അവാർഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വാപ്പച്ചിയുടെ പ്രതികരണം എന്താ? വളരെ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നത് വാപ്പച്ചി ആസ് എൻ ആക്ടർ, അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ഫുൾ മാറ്റിവെച്ചിട്ട് ആസ് എ ഫാദർ അതിനുള്ള സന്തോഷവും അത്രയും തന്നെ ഇമോഷണലൊക്കെ തന്നെയായിരുന്നു. ചാർലി എന്നുള്ള യൂത്ത് അത്രയേറെ ചാലഞ്ചിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. അവാർഡ് എക്സ്പെക്ട് ചെയ്തു? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇത് കേട്ട് കുറേ ഓഡിയൻസ് തന്നെ ഷോക്ക്ഡ് ആയിരിക്കും. ഞാനും അത്രയും തന്നെ ഷോക്ക്ഡാണ്. സോ ബട്ട് എന്നാലും അത്രയും സന്തോഷമുണ്ട്. എനിക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം. ആസ് എൻ ആക്ടർ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരിക്കലെങ്കിലും ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ചാർലിക്ക് ഇത്രയേറെ അവാർഡ് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കൽപ്പന ചേച്ചിയാവും. ക്യൂൻ മേരി ഒരു നൊമ്പരമാണ്. അത് കൽപ്പന ചേച്ചി ഇല്ലെങ്കിൽ ആ സിനിമയില്ല. എനിക്ക് അത്രയും ഒരു സോൾ കൊടുത്ത ഒരു ഭാഗമാണ് കൽപ്പന ചേച്ചി ആ സിനിമയിൽ. സോ എനിക്ക് തോന്നുന്നത് ഇത് കൽപ്പന ചേച്ചിക്കായിരിക്കും ഞങ്ങളെല്ലാവരും ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു.
താങ്ക് യു. എസ് ദുൽഖർ പീപ്പിളിനോട് സന്തോഷം പങ്കിടുകയായിരുന്നു. തുടർച്ചയായ രണ്ടാം വട്ടവും സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട 70 ദിവസത്തെ കളിയുടെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറഞ്ഞു. സിനിമയെ അംഗീകരിച്ചതിൽ സന്തോഷമെന്നും സനൽകുമാർ ശശിധരൻ വ്യക്തമാക്കി. അതില് ജാതി ഈ പറയുന്ന നമ്മള് ജാതി വ്യവസ്ഥയിലൊക്കെ നമ്മളെല്ലാം വളർന്നു വരുന്നത് നമ്മുടെ വാല് മുറിച്ച് കളയാൻ നമ്മൾ പ്രത്യക്ഷത്തിൽ കഴിയുമെങ്കിലും പരോക്ഷമായിട്ട് ആ വാലങ്ങനെ ഒരു ഫാൻഡം ലിംബായിട്ട് അപ്പോൾ അങ്ങനെ ജാതിയെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ രോഹിത് വെമുലയുടെ ഇഷ്യൂ, ഇപ്പോൾ ജെഎൻയുവിലെ ഇഷ്യൂ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സമകാലികമായ ഒരു അവസ്ഥ. ഈ അവാർഡ് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. എനിക്ക് ശരിക്കും സന്തോഷത്തെക്കാൾ ഉപരി ഈ അവാർഡ് എൻ്റെ സിനിമ കുറെ കൂടി ആളുകളിൽ എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ട്, ഒരു വഴിവെട്ടി തെളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയ പി ജയചന്ദ്രനും സന്തോഷം പങ്കുവച്ചു. അതിലേക്ക് എൻ്റെ 5ാമത്തെ സ്റ്റേറ്റ് അവാർഡെന്ന് തോന്നുന്നു. എന്തായാലും ഈ അവാർഡുകളിൽ സന്തോഷമുണ്ട്. കാരണം 50 വർഷം കഴിഞ്ഞ് കിട്ടുന്നൊരു അവാർഡാണ്. അതെൻ്റെ ഗുരുവായൂരപ്പൻ തന്ന അവാർഡായിട്ട് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ വന്ന് ഈ കൈരളി TV അവർ വന്നെടുത്ത് അവരോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ശ്രോതാക്കൾ, അവർക്കാണ് ഞാൻ ഏറ്റവും നന്ദി പറയുന്നത്. എൻ്റെ പാട്ട് കേട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ശ്രോതാക്കൾക്കാണ് ഈ അവാർഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ജൂറി അംഗങ്ങളുള്ള ആൾക്കാരും എല്ലാവരോടും, എല്ലാ മലയാളികളോടും എൻ്റെ നന്ദി വാക്കുകൾ പറയുന്നു. പ്രോത്സാഹിപ്പിക്കണം, പ്രാർത്ഥിക്കണം. നമസ്കാരം. മികച്ച നടനുള്ള പുരസ്കാരം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ജയസൂര്യ പറഞ്ഞു. തനിക്ക് ലഭിച്ച പുരസ്കാരം പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നുവെന്നും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ജയസൂര്യ പ്രതികരിച്ചു. 2015 ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ചാർലിയിലെ അഭിനയത്തിന് ദുൽഖർ സൽമാൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചാർലിയിലെയും ഒപ്പം തന്നെ എന്നതിൻ്റെ മൊയ്തീൻ സിനിമയിലെയും അഭിനയത്തിന് മികച്ച നടിയായ പാർവതി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ട്, ചാർലി എന്ന സിനിമ മാർട്ടിൻ പ്രക്കാട്ടിന് ഒപ്പം മികച്ച ഗായകനായി പി ജയചന്ദ്രൻ്റെ മികച്ച ഗായികയായി മധുശ്രീ നാരായണനെയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒട്ടേറെ പേരെ ദുൽഖറിൻ്റെ പ്രതികരണം, ദുൽഖർ ആദ്യമായി നേടിയ സംസ്ഥാന പുരസ്കാരം സംബന്ധിച്ച് പ്രതികരണം വന്നു. താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും നേട്ടത്തിൽ വലിയ തോതിലുള്ള സന്തോഷം ഉണ്ട് എന്ന് ഞങ്ങളുടെ പ്രതിനിധി അലക്സുമായി അദ്ദേഹം പ്രതികരിച്ചു. അതിലേക്ക് എനിക്ക് എപ്പോഴും എല്ലാവരും എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കാനായിട്ട് തോന്നുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൽ എനിക്ക് തോന്നുന്നു ഈ വർഷം വരുന്ന ബാക്കി എല്ലാ സിനിമകളും എല്ലാ ആക്ടേഴ്സിനും എൻ്റെ വക ഓൾ കൺഗ്രാറ്റ്സ്. കാരണം എനിക്ക് തോന്നുന്നു ഇതുപോലെ പ്യൂഴ്സും ഇതുപോലെയുള്ള ആളുകളില്ലെങ്കിൽ എനിക്കൊന്നും ആവാൻ പറ്റില്ല. സോ ഐ തിങ്ക് ഞാനിത് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കാണ്. പിന്നെ ടു ജൂറി ഇതുപോലെയുള്ള എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ യങ്സ്റ്റേഴ്സിനെ അവർ ശരിക്കും എൻകറേജ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു. എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. ബിജു, 2015 പുരസ്കാര പട്ടികയെ സമഗ്രമായി വിലയിരുത്തിയാൽ ഇപ്പോൾ ദുൽഖർ സൽമാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പുതിയ തലമുറയെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു, പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഒരുപക്ഷെ ഈ സിനിമയെ, ഈ അവാർഡുകളുടെ ഒരു പൊതു വിശേഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതിലെ ഏറ്റവും പുതിയ തലമുറ 2 ധാരകളിലായി നിൽക്കുന്ന സമാന്തര സിനിമയുടെയും ഒപ്പം തന്നെ നമ്മുടെ തിയേറ്ററുകളിൽ കിട്ടുന്ന വാണിജ്യ സിനിമയുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കൽ. ബിജു മടങ്ങിയെത്താം. ഇപ്പോൾ രമേശ് നാരായണൻ മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുത്ത രമേശ് നാരായണനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ തത്സമയം ചേരുകയാണ്. അതിലേക്ക് ഞാൻ രമേശ് നാരായണൻ്റെ വസതിയിലാണുള്ളത്. കഴിഞ്ഞ വർഷവും പുരസ്കാരം ലഭിച്ചു. അതിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് അദ്ദേഹത്തിന് ഇപ്രാവശ്യമുള്ളത്. കാരണം അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം, അതിനപ്പുറത്ത് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് അദ്ദേഹത്തിൻ്റെ മകൾക്കാണ്. അതുകൊണ്ട് തന്നെ പുരസ്കാരത്തിന് ഇരട്ടി മധുരം തന്നെയാണ്. തീർച്ചയായും ആ വിശേഷങ്ങൾ രമേശ് നാരായണനിൽ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവെച്ച് കൊടുക്കാൻ സാധിക്കും. സാർ, ആദ്യമേ കൈരളിയുടെ വക ആശംസ. അതായത് നമുക്ക് കഴിഞ്ഞ വർഷം സാറിന് പുരസ്കാരം ലഭിച്ചിരുന്നു. ഇപ്രാവശ്യം പുരസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ചിത്രങ്ങൾ, ഇടവപ്പാതി, നിൻ്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങൾക്കാണ്. അതിൽ 2 വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ഗാനങ്ങൾ. എങ്ങനെയാണ് ഇതിനെ ആദ്യമേ ഒന്ന് വിലയിരുത്തുന്നത്?
സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പാട്ടുകൾ അത് എന്തായാലും വ്യത്യസ്തമായിരിക്കും. കാര്യം സിനിമയുടെ ജോണർ എങ്ങനെയാണുള്ളത് അതിനാണ് കാര്യം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഒരിടത്തിൽ ജയേട്ടനും അവാർഡ് കിട്ടി. മൊയ്തീനിൽ ശാരദാംബരം ചാരുചന്ദ്രിക വളരെ ഫേമസ് ആയിട്ടുള്ള പിന്നെ രചനയാണ്. നന്നായിട്ട് ജയേട്ടൻ ടെൻഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ ജയേട്ടന് നന്ദി പറയാണ്, ജയേട്ടന് കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. പിന്നെ ഇടവപ്പാതിയിലുള്ള സോങ് മോൾക്ക് കിട്ടിയതിൽ ഞാൻ ദൈവത്തിനടുത്ത് നന്ദി പറയുകയാണ്. കാര്യം അവൾ ചെറിയ വയസ്സാണ്, 10-16 +1 പഠിക്കുകയാണ് അവൾ. വേറൊരു ഒരു കാര്യം 5 വർഷം മുന്നേ പാടിയിട്ടുള്ള സോങ്ങാണ് അവൾ ഇടവപ്പാതിക്ക് വേണ്ടി. അപ്പോൾ ഷൂട്ട് നീണ്ടു വന്നപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് പിന്നെ ഈ വർഷമാണ് ആ പടം നോട്ട് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ ഞാൻ 4 മാസം മുന്നേ എഗെയിൻ ഒന്നുകൂടെ പാടിച്ചു. പടം ഇറങ്ങാൻ പോവുകയാണ്. അത് ഒരു ഡിഫറെൻറ്റ് ജോണറായിട്ടുള്ളൊരു പാട്ടാണത്. അഷ്ടപതി ആണ് അതിൽ ഉള്ളത്. അതിൽ ലിറിക്ക് ജയദേവരുടെ അഷ്ടപതിയാണ്. പശ്യതി ദിശി ദിശി രഹസി ഭവന്തം ത്വദധരമനു എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. ഇത് പാടി, പക്ഷേ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത് അവർ നോട്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് ഏറ്റവും വലിയ ഒരു കടപ്പാടും നന്ദിയും എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ജൂറികളാണ്. ജൂറി സാധാരണ ഒരു ജോണറിലെ പാട്ടാണെങ്കിൽ, ഒരു സിനിമയിൽ വരുന്ന പാട്ടാണെങ്കിൽ അതെല്ലാം ഒരുപോലെ അവരിങ്ങ് സെലക്ട് ചെയ്യും. പക്ഷേ ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് ഇത് സെലക്ട് ചെയ്തു എന്നതിൽ എനിക്ക്, ഈ പാട്ട് സെലക്ട് ചെയ്തു എന്നതിൽ എനിക്ക് ശരത്തിൻ്റെ അടുത്തും ബാക്കി ജൂറി അംഗങ്ങൾക്കെല്ലാം അടുത്തും ഞാൻ നന്ദി പറയാണ്. കാരണം ശരത്ത് ഈസ് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന മ്യൂസീഷ്യനാണ്. ഒരു കാര്യത്തിൽ പറയുമ്പോൾ വളരെ ക്ലാസിക്കൽ മ്യൂസിക്കിന് അത്രയും പവർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ നമുക്ക് വളരെ കുറവാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എനിക്ക് മോൾക്കും എനിക്ക് അഭിമാനമുള്ളതും വളരെയധികം നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് ശരത്തിൻ്റെ അടുത്ത്. ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിലും ഈ കണ്ടെത്തിയിട്ട് മോളുടെ വോയിസ് കണ്ടെത്തിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനപ്പുറത്ത് നമുക്ക് ഈ പ്രത്യേകിച്ച് ഇടവപ്പാതിയുടെ ഗാനത്തിനപ്പുറത്ത് നിന്ന് എൻ്റെ മൊയ്തീനിലെ ആ പാട്ട്, അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു തിരിഞ്ഞു നോട്ടം. അതിനപ്പുറത്ത് ഒരു സമയത്ത് സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ അത് നാടകങ്ങളിലൂടെ പറഞ്ഞിരുന്ന ഒരു കാലം. അതിൽ വളരെ വളരെ ആ ഗാനം വരുന്ന സമയത്ത് തന്നെ മനസ്സുകളിൽ ഇങ്ങനെ കയറിപ്പോകുന്നു. പ്രത്യേകിച്ച് ജയചന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദം കൂടെ ആയപ്പോഴേക്കും ഒരു തലമുറയിൽ ഒരു ആസ്വാദനം, അതിനപ്പുറത്ത് അതിൻ്റെ ദൃശ്യാവിഷ്കാരവും ഒക്കെ വന്നപ്പോൾ മനോഹരമാണ്. അതിൻ്റെ ഒരു കമ്പോസിങ് എങ്ങനെയാണ്? അത് പെട്ടെന്ന് കമ്പോസ് ചെയ്തതാണ്. അത് സ്റ്റുഡിയോയിൽ ഞാൻ ഇരിക്കുന്നു. അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ മകളുണ്ട്. അപ്പോൾ അവളെ പാടണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും. മോളെ കൊണ്ട് പാടിക്കാം, സുരേഷിൻ്റെ മകൾ. അപ്പോൾ അങ്ങനെ മകൾക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ അവളുടെ ശ്രുതി പിച്ച് അങ്ങനെ ആക്കിയിട്ട് ചെയ്തൊരു സോങ്ങാണത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ വേറൊരു രീതിയിൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി അത് കുറച്ചുകൂടെ ഞാൻ ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണ് ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. സിമ്പിളായിട്ടുള്ള പിന്നെ ചങ്ങമ്പുഴയുടെ വരികൾ, കവിത. അപ്പോൾ ഇതിന് ആ പഴയ കാലവും പിന്നെ ഡയറക്ടർ വിമൽ ഒരിക്കൽ പറഞ്ഞിരുന്നു, അത് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് നാടക രൂപത്തിൽ വേണ്ടതാണ് സാർ, അതങ്ങനെ ചെയ്യാം. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴും ആ ഗാനം പി ജയചന്ദ്രൻ്റെ മാധുര്യ ശബ്ദത്തിൽ ഇടയ്ക്കിടയ്ക്ക് ജയചന്ദ്രൻ ഇതുപോലെ മലയാളത്തിന് ഒട്ടേറെ നല്ല മനസ്സിലെപ്പോഴും ഓർമ്മിച്ച് വെക്കാവുന്ന ഗാനങ്ങൾ സമ്മാനിച്ച് മടങ്ങുന്നു. അത്തരത്തിൽ വീണ്ടും ഒരു ഗാനം അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ ഇത് പാടും എന്നുള്ളൊരു ഇത് കമ്പോസിങ് സമയത്തുണ്ടായിരുന്നു. കമ്പോസിങ് സമയത്തില്ല, തീരുമാനിച്ചിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഡുവൈറ്റ് ആക്കാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. കാരണം പൃഥ്വിരാജും പാർവതിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ പൃഥ്വിരാജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് ഇത് പിന്നെ മെയിൽ വോയിസിൽ പിന്നീടാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. പല ഡയറക്ടറും പലരും ഇതിനെതിരായിരുന്നു. ജയേന്ദ്രൻ്റെ വോയിസ് വേണ്ടാന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തന്നെയാണ് പറയുന്നത് ജയേട്ടൻ പാടിയാൽ മതി. അങ്ങനെയാണ്. പലവർക്കും എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും എനിക്കെൻ്റെ മനസ്സിൽ നമുക്ക് തോന്നുമല്ലോ, മനസ്സിലൊരു പാട്ട് വന്നു, ഞാൻ മറ്റവരിലല്ലോ സംസാരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ജയേട്ടൻ്റെ ശബ്ദമായിരിക്കും മെച്ചമായിരിക്കുക എന്നുള്ളത് പൂർണ്ണ ബോധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴ് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു എന്നതിലേക്ക് വലിയ സന്തോഷം. ആ പാട്ട് ജയചന്ദ്രൻ തന്നെ പാടണമെന്ന് താങ്കൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ അതിൻ്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് എൻട്രി ചെയ്യുന്നത് ജയചന്ദ്രൻ അതിനകത്ത് എൻട്രി ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ജയേട്ടനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമല്ലോ. അപ്പോൾ ജയേട്ടൻ വിളി മദ്രാസിലായിരുന്നു. ജയേട്ടൻ പറഞ്ഞു എനിക്ക് രമേഷ് ജി ഒരു പിന്നെ റൂം അവിടെ ഭാരത്തിൽ ഒന്ന്. ഞാൻ പറഞ്ഞു എല്ലാം റെഡിയാണ്. ജയേട്ടൻ വന്ന ഉടനെ
സ്റ്റുഡിയോയിൽ വന്ന ഉടനെ പാട്ട് കേട്ട ഉടനെ ഭയങ്കര ഹാപ്പി. അയ്യോ ഇത് ഭയങ്കര രസമുള്ള പാട്ടാണല്ലോ രമേശ് ജി, ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഇങ്ങനൊരു പാട്ട്, അയ്യോ. അപ്പോൾ അങ്ങനെ ഭയങ്കര എനർജിയിലാണ് പാടി തന്ന പുള്ളി പെട്ടെന്ന് തന്നെ പാടി തീർക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ജയൻ പാട്ട് ഫിനിഷ് ചെയ്തു, ക്ലോസ് ചെയ്തു പോയി. അതുപോലെ തന്നെ മറ്റ് ചില പാട്ടുകൾ കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. താങ്കൾ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടുകളുടെ മൊയ്തീനിലുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് എപ്പോഴൊക്കെ അത് ഒഴിവാക്കപ്പെട്ടു. ആ പാട്ടുകളുടെ ഒരു കമ്പോസിങ് എങ്ങനെ? ആ പാട്ടുകൾ നമ്മൾ വളരെ നേരത്തെ തന്നെ ചെയ്തതാണ്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ പൃഥ്വിരാജും ബാക്കി എല്ലാവരും തീരുമാനിക്കാൻ ഈ പാട്ടുകളൊന്നും ഇതിൻ്റെ അകത്ത് വേണ്ട എന്ന് പൃഥ്വിരാജും ഡയറക്ടറും ഇവരൊക്കെ കൂടെ തീരുമാനിച്ചിട്ടാണ് ഈ പാട്ടൊക്കെ എടുത്ത് മാറ്റിയത് അതിൻ്റെ അകത്തുനിന്ന്, ആ പടത്തിൽ നിന്ന്. പക്ഷേ അതൊക്കെ നന്നായി ഒരു കണക്കിന്. കാര്യം സിനിമ നന്നായല്ലോ. ആ പാട്ടില്ലാത്തത് കൊണ്ട് ആ സിനിമ കുറച്ചുകൂടെ പൊങ്ങി വന്നു. അത് നല്ല കാര്യമാണല്ലോ. മറ്റൊരു കാര്യം, മകളുടെ കാര്യം കൂടെ ചോദിക്കുമ്പോൾ, കാരണം ഒരു സംഗീത സംവിധായകൻ, ഹിന്ദുസ്ഥാനി സംഗീത സംവിധായകനപ്പുറം വളരെ വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് തോന്നുന്നു രമേശ് ഈ സംഗീത കച്ചേരികളിലൊക്കെ, ഹിന്ദുസ്ഥാനി കച്ചേരിയിലൊക്കെ പോകുമ്പോൾ പോലും മോൾ ഉണ്ടായിരുന്നു എന്നും തോന്നാം. അത്തരത്തിൽ വരുമ്പോൾ മോളുടെ ഒരു പാട്ടിനെ കുറിച്ചുള്ളൊരു എങ്ങനെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ? അവളൊരു സ്റ്റാറാണ് എപ്പോഴും. ശരിക്കും അവൾ സ്റ്റേജിൽ ഇരുന്ന് പാടുമ്പോൾ തന്നെ എനിക്ക് വലിയ അതിശയമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നത്, ന്യൂയോർക്കിൽ ഒരു കോൺസേർട്ടിന് അവളെ വന്നിരുന്ന് ഞാനൊന്ന് പാടി ഒന്ന് കഴിഞ്ഞ് അവളുടെ വോയിസ് വരുമ്പോഴേക്കും ക്ലാപ്സാണ് കംപ്ലീറ്റ്. എൻ്റെ കൂടെ കോൺസേർട്ടാണ് ചെയ്യുന്നത്. എന്ന് ഞാൻ പാട്ട് പഠിച്ചപ്പോൾ അവൾ എന്ന് പാടുമ്പോൾ അങ്ങനെ പല സ്റ്റേജിലും ഉണ്ട്. പിന്നെ അവളുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, വോയിസ് ഇഷ്ടമാണ്, അവളെല്ലാവരും ബ്ലെസ് ചെയ്യുന്നുണ്ട്. ആ ബ്ലെസ്സിങ്സ് തന്നെയാണ് ജീവിതകാലം മുഴുവൻ വേണ്ടത്. അവൾ പഠിക്കുന്നു, തിരിച്ചറിവുണ്ട് അവൾക്ക്, പാട്ടിൽ തിരിച്ചറിവുണ്ട്, അതാണ് ആവശ്യം. തീർച്ചയായും അത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് തന്നെ ആ ഗായികയെ വലിയൊരു ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു ആശംസയും പ്രാർത്ഥനയും ഒപ്പം നമ്മളും പങ്കുവയ്ക്കുന്നു. തീർച്ചയായും ഒരിക്കൽ കൂടെ രമേശ് നാരായണനും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഒരിക്കൽ കൂടെ ആശംസ നേർന്നുകൊണ്ട് പ്രജീഷെ വളരെ സന്തോഷത്തിൽ തന്നെയാണ്. തീർച്ചയായും മകൾ അല്പസമയത്തിനും തന്നെ എത്തും. സ്കൂളിൽ നിന്ന് ഈ സന്തോഷ വിവരം അറിഞ്ഞ് സ്കൂളിൽ നിന്ന് എത്തുന്ന ഒരു സമയം മാത്രമാണ്. അതുകൊണ്ടാണ് മകളെയും കൂടെ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോയി. തീർച്ചയായും അദ്ദേഹം തന്നെ ആ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. യെസ്, മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയ രമേശ് നാരായണനാണ് പീപ്പിൾ ടി വിയോട് തൻ്റെ സന്തോഷം പങ്കുവച്ചത്. 2015 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബിജു മുത്തത്തി അതിൻ്റെ വിവരങ്ങൾ നൽകും. ബിജു, ഇപ്പോൾ വന്നിരിക്കുന്ന 2015 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മികച്ച നടൻ ഉള്ള പുരസ്കാരം ദുൽഖർ നേടിയിരിക്കുന്നു. നടിയായി പാർവതിയും തിരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റുള്ള വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഏറ്റവും മികച്ച സിനിമ ഒഴിവ് ദിവസത്തെ കളി ആണ് 2015 ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അമീബ മനോജ് ഖാനയുടെ രണ്ടാമത്തെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സമാന്തര കാഴ്ചയുടെ രണ്ട് മുഖങ്ങളാണ് ഒഴിവ് ദിവസത്തെ കളി. സനൽകുമാർ ശശിധരൻ്റെ ഒഴിവ് ദിവസത്തെ കളിയും അമീബയും. ഒപ്പം സംവിധായകനായി മാർട്ടിൻ പ്രക്കാട്, ചാർലിയുടെ സംവിധായകനായ മാർട്ടിൻ പ്രക്കാട് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ ഏറ്റവും അധികം കയ്യടി നേടിയ സംവിധായകനാണ്. അതിൽ ചാർലിയായി അഭിനയിച്ച ദുൽഖർ സൽമാൻ അസാമാന്യമായ അഭിനയ മികവിലൂടെ തിയേറ്ററിൽ തന്നെ കയ്യടി നേടിയ അദ്ദേഹം ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നു. അതിൻ്റെ തിരക്കഥാകൃത്തുകളായ ആർ ഉണ്ണിയും സംവിധായകൻ മാർട്ടിൻ പ്രക്കാടും തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ലഭിക്കുന്നു. നടി പാർവതി 2 സിനിമകളിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട, ജനപ്രീതി നേടിയ 2 സിനിമകളിലെ അഭിനയത്തിന്, ചാർലിയിലെയും എന്ന് നിൻ്റെ മൊയ്തീൻ എന്നീ സിനിമകളിലെയും അഭിനയത്തിന് പാർവതി മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നു. സ്വഭാവ നടനായി VK പ്രകാശിൻ്റെ നിർണായകത്തിൽ അഭിനയിച്ച പ്രേം പ്രകാശ്, സ്വഭാവ നടിയായി അഞ്ജലി PV, ബാലതാരമായി ഗൗരവ് ജി മേനോൻ, മാൽഗുഡി ഡേയ്സിൽ അഭിനയിച്ച ജാനകി മേനോൻ, കാറ്റും മഴയും എന്ന സിനിമയുടെ കഥാകൃത്ത് ഹരികുമാർ മികച്ച കഥാകൃത്താകുന്നു. ഈ 2 ജോമോൻ ടി ജോൺ ആണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ചാർലിയുടെയും എന്ന് നിൻ്റെ മൊയ്തീൻ്റെയും ക്യാമറാമാനായിരുന്ന ജോമോൻ ടി ജോണും ഈ പേരിൽ ഈ കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്ര വിജയങ്ങളുടെ ക്യാമറ ചലിപ്പിച്ചു എന്ന അർത്ഥത്തിൽ കൊണ്ട് തന്നെ അദ്ദേഹവും മികച്ച ഛായാഗ്രഹനുള്ള അവാർഡ് ലഭിച്ചു. മികച്ച ജനപ്രീതി നേടിയ ചിത്രം എന്ന് നിൻ്റെ മൊയ്തീനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്.
മികച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണൻ, ഇടവപ്പാതി, എന്ന് നിന്റെ മൊയ്തീൻ എന്നീ സിനിമകളിലെ അഭിനയത്തിന് രമേശ് നാരായണന് ലഭിക്കുന്നു. പിന്നണി ഗായിക അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ട് ചലച്ചിത്ര അവാർഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു മികച്ച നടിക്കുള്ള പാർവതിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ സന്തോഷമെന്ന് പാർവതി പ്രതികരിക്കുന്നു. അതിലേക്ക് അത് സിനിമയിൽ കാണുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന്റെ യാത്ര മനസ്സിലാക്കാൻ പറ്റുന്നു. അവരോട് ഒരു അനുകമ്പയും ഒരു സ്നേഹവും, അല്ലെങ്കിൽ അവർ ദുഃഖിക്കുമ്പോൾ അവരോട് ദുഃഖം തോന്നുന്നു, അതൊക്കെയാണ്. അത് കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒരുമിച്ച് ഒരു അംഗീകാരം കൊടുക്കുക എന്ന് പറയുന്നത് വെരി ഹാപ്പി. പാർവതിയുടെ പ്രതികരണമാണ്, സന്തോഷത്തോടെയുള്ള പ്രതികരണമാണ് കേട്ടത്. പ്രധാന വാർത്തയിലേക്ക്.